പന്തളത്ത് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കാൻ ആദ്യ ദിവസം മുതൽ ഇന്ത്യ സഖ്യം ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അവരുടെ ശ്രമമായിരുന്നു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലവും പന്തളം നഗരസഭയിൽ ഈ ഭരണസ്തംഭനം ഉണ്ടാക്കാനും നഗരസഭാ ഭരണം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനുള്ള വലിയൊരു ശ്രമം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിയിട്ടാണ് 4 വർഷക്കാലവും നഗരസഭാ ഭരണം പന്തളത്തിലെ ജനങ്ങൾക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. ഇന്ന് അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് നടന്ന നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ 18 അംഗങ്ങളും എല്ലാ ദുഷ്പ്രചരണങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ 18 അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, പന്തളത്തിലെ ജനങ്ങളുടെ വികാരം, ഇന്ത്യ സഖ്യത്തിനെതിരായിട്ടുള്ള വികാരം കൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുക. പന്തളത്ത് സ്വതന്ത്രാംഗമായിട്ട് ജയിച്ച നഗരസഭാ കൗൺസിലർ അടക്കം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 18 അല്ല 19 വോട്ട് നേടിക്കൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അതുമാത്രമല്ല, UDFന് മത്സരിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായത്. UDFൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റാരും പോലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിനകത്ത് ഉണ്ടാവാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിന് നൽകുന്ന മുന്നറിയിപ്പ്, കേരളത്തിലെ ഇന്ത്യ സഖ്യം ഇത്തരത്തിലുള്ള നിലപാടുകൾ തുടർന്നാൽ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ സമ്മാനിക്കുന്നുള്ള മുന്നറിയിപ്പാണ് പന്തളത്തെ ഇന്നത്തെ നടന്ന നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ്. അതുമാത്രമല്ല, കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടി ഒരു ക്രിസ്മസ് സമ്മാനം അവർക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പന്തളം നഗരസഭയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ശ്രീ അച്ഛൻ കുഞ്ഞു ജോണിനെ ചെയർമാനാക്കിക്കൊണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നിവിടെ നൽകിയിട്ടുള്ളത്.